അവിടെ ഉണ്ട് സാർ, നോക്ക് സാർ. വേഗം വരണം സാർ. രവി. അനുഷ, അനുഷ, രവി, എനിക്ക് ഒരുപാട് വിഷമാവുന്നു രവി. മരിച്ചിട്ട് എനിക്ക് സമാധാനമില്ല രവി. നിന്റെ ഒപ്പം ജീവിക്കണമെന്ന് എന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയി രവി. എന്റെ അടുത്ത് ഒരു ജീവൻ മാത്രമേ ഉള്ളൂ അനുഷ. ഞാനിപ്പോ ഒരു ജീവനുള്ള ശവമായിട്ടാ ജീവിക്കുന്നത്. നിന്നെ കൊന്നു തന്നെ എന്നെയും കൊന്നിരിക്കണമായിരുന്നു അവർ. നമുക്ക് സന്തോഷമായി പോയിരിക്കാം. രവി, എല്ലാം നശിച്ചല്ലോ രവി. നമ്മുടെ ജീവിതം നശിച്ചു. എന്നെ അവര് ചീത്തയാക്കിയത് മാത്രമല്ലാതെ എന്നെ അവരെ കൊല്ലുകയും ചെയ്തല്ലോ. നീ വിഷമിക്കണ്ട, രണ്ടുപേരെ കൊന്നില്ലേ? ഇനി ബാക്കിയിരിക്കുന്ന ബാബ മാത്രമാണ്. അവനെ കൊല്ലാതെ വെറുതെ വിടരുത്. ബാബയ്ക്ക് ഒരുപാട് മാന്ത്രിക ശക്തിയുണ്ട് രവി. അത്രയും പെട്ടെന്ന് അവനെ നശിപ്പിക്കാൻ കഴിയില്ല. അവനെ നശിപ്പിക്കാൻ പോയി രവിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട അനുഷ്യ. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചവനാണ് ഞാൻ. പക്ഷെ നീ എന്നെ രക്ഷിച്ചു. ഞാൻ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ആലോചിച്ചു. നിന്നെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? അവനെ പോലെ തന്നെ മന്ത്രങ്ങളെല്ലാം പഠിക്കണമെന്ന് വിചാരിച്ചു ഞാൻ. ഇന്ന് അതൊക്കെ ഞാൻ പഠിച്ചാണ് നിന്റെ മുന്നിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശ്, ഇദ്ദേഹമാണോ രവി? രവി, രവി പ്ലീസ്, എന്റെ ഭാര്യയുടെ ദേഹത്ത് അനുഷയുടെ ആത്മാവുണ്ട്. എനിക്കറിയാം. എന്ത്, നിനക്കറിയുന്നോ? അതെ, നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിലുള്ളത് അനുഷയുടെ ആത്മാവാണ്. അനുഷ പ്രതികാരം ചെയ്യാനാണ് നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ കയറിയത്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാ വിവരവും നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അനുഷ ദിയയുടെ ശരീരത്തിൽ കിടക്കാൻ കാരണം സമാധാനിക്കാൻ അനുഷ. ദയവായി എന്നെ തെറ്റിദ്ധരിക്കില്ല ഡോക്ടർ. എനിക്കിതല്ലാതെ വേറൊരു മാർഗവുമില്ല. ശാന്തി ലഭിക്കാത്ത അനുഷയുടെ ആത്മാവ് ശാന്തി അടയണമെങ്കിൽ ആ ബാബ നശിച്ചേ പറ്റൂ. ഈ നാട്ടിൽ വേറൊരാളുടെ ശരീരത്തിന് വിളക്കേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അമിതമായ ഭക്തി കാരണം ബാബ എല്ലാവരെയും അടക്കി വെച്ചിരിക്കുകയാണ്. ആ ബാബ കാരണം ഇവൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യാൻ ആ ബാബയെ അനുഷയുടെ ആത്മാവ് പ്രതികാരം ചെയ്യാതെ വിടില്ല. നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്റെ ഭാര്യയെ നീ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാവോ? ഇതൊക്കെ തെറ്റാണെന്ന് സമ്മതിക്കാം ഡോക്ടർ. പക്ഷേ അനുഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജീവനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കുന്നത് വളരെ തെറ്റാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. അനുഷ്യ, ദിയെ വിട്ട് നീ പുറത്തു വന്നേക്ക്. എനിക്ക് എന്ത് പറ്റി? അതൊരു വലിയ കഥയാണ്, ഞാൻ പിന്നെ പറയാം. ആകാശ്, വരൂ, നമുക്ക് ദിയനെ കൊണ്ടുപോകാം. വരൂ ദിയ. ഇതിനൊക്കെ അനുഷയുടെ ആത്മാവാണ് കാരണം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അന്ന് നമ്മളെല്ലാരും കൂടി അവളെ കത്തിച്ചില്ലേ, അതിനു വേണ്ടിട്ടാണ് അവളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. രഘുവിനെ കൊന്നു, അതുപോലെ ഇവനെയും. ഇനിയിപ്പോ ആരൊക്കെയാണോ കൊല്ലാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഇനി എത്ര പേരെ ശരീരം പ്രേതം എടുക്കോ എന്തോ.
ഡോക്ടറിന്റെ ഭാര്യയുടെ ശരീരത്തെ അനുഷയുടെ ആത്മാവ് കയറി നമ്മളെല്ലാവരെയും പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. ആ ഡോക്ടറിന്റെ ഭാര്യയുടെ ശരീരത്തെ ആത്മാവ് ഉള്ളത് വരയ്ക്കും ഇതുപോലത്തുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാ പിന്നെ അതൊക്കെ തടയാൻ എന്താ ചെയ്യേണ്ടത്? ആടുന്ന കാലുകൾ വെട്ടിയ ആർക്കെങ്കിലും കളിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെയാ ഏത് ശരീരത്തെ കിടന്ന് ആടുന്നുവോ ഇത് അതിന്റെ കഴുത്തിലിടണം. അത് എത്ര ദുഷ്ടാത്മാവാണെങ്കിലും ദേവിയുടെ ശക്തി അത് തടയും. അതുപോലെ പൂജിച്ച് തയ്യാറാക്കിയ ശക്തിയുള്ള ഏലസാണിത്. എന്ന് വെച്ചാ ആ ഡോക്ടറുടെ ഭാര്യയുടെ മുകളിലല്ലേ ഇത് കെട്ടേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ കഴുത്തിൽ തന്നെ കെട്ടണമല്ലേ? ആ മതി. എല്ലാരും കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ നോക്കി നിൽക്കുന്നേ? എല്ലാരും വരൂ, ആ ഡോക്ടറുടെ വീട്ടിൽ പോവാം. അയാളുടെ ഭാര്യയുടെ കഴുത്തിൽ ഇത് കെട്ടാം. വാ, വാ, വാ. വേഗമായിട്ട്, വേഗമായിട്ട്. ഇതിനൊരു അവസരം ഉണ്ടാവണം. അതെ, വേഗമായിട്ട്. ശരി ആകാശ്, ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി കലാശിച്ചു. ദിയ നല്ലതുപോലെ ഗുണമായതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിഞ്ഞു. ഞാൻ ഇന്ന് ഇറങ്ങട്ടെ. താങ്ക് യു സർ. സെന്റിമെന്റ് ആയിട്ട് ദിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അപ്സെറ്റ് ആവും. അതാ ഞാൻ വിളിച്ചു. ഭാഗ്യം കൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാ ഞാൻ വിളിച്ചതിന് കാരണം. ആ വരണം എല്ലാരും. ആരാ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് ഞങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നാട്ടിൽ രണ്ടുപേര് ചത്തുപോയി, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അറിയാൻ കഴിയും. ഇതെല്ലാം നിങ്ങൾ എന്തിനാ ചോദിക്കണേ? ഏയ്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ തന്നെ ചോദ്യം ചോദിക്കുന്നോ? ദേ നോക്കണം ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയുടെ ദേഹത്തിനകത്ത് ദുരാത്മാവ് കൂടിയിട്ടുണ്ട്. എല്ലാരെയും കൊല്ലുകയാണത്. ആദ്യം കൊന്നത് രഘുവിനെ, ഇപ്പൊ വീണ്ടും ഒരു മൃതദേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഭാര്യയാണ് ചെയ്യുന്നത്. ഇതിനെ ഇനി വെറുതെ വെട്ടിയെല്ലാവരും കൊല്ലില്ലെന്ന് എന്താ ഇത്ര നിശ്ചയം? അല്ലേ? വാട്ട് നോൺസെൻസ്. എന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അവക്ക് ഒരു കുഴപ്പമില്ല. ഇനി അവർ ജീവിച്ചിരുന്ന ഞങ്ങൾ ആരും ജീവിക്കാൻ പറ്റില്ല. എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നേ. എടാ ദേ അവനെ വിളിച്ചോണ്ട് വാ. പറയടാ, സത്യം പറ. ഇവരെന്നെ അടിച്ചു സാർ. ഇവരെന്നെ തല്ലിയത് കൊണ്ട് എനിക്ക് എല്ലാ സത്യവും പറയേണ്ടി വന്നു സാർ. ഇനി ഞാൻ പറയാതിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെ സാർ. ഇനി ഞങ്ങളുടെ നാട്ടിലെ ആരെയും ഞങ്ങൾ നഷ്ടപ്പെടാൻ തയ്യാറല്ല. അതിനുവേണ്ടി നിങ്ങളുടെ ഭാര്യയുടെ കഴുത്തിൽ ഈ ആയത്ത് കെട്ടണം. മിസ്റ്റർ, ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ലേ? ഞാൻ പോലീസിനെ വിളിക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിനെ നിങ്ങൾ വിളിച്ചാലും ശരി, നാട്ടിലുള്ള 2 കൊലപാതകം ഇവരാണ് ചെയ്തതെന്ന് പറയും. പിന്നെ കോർട്ടും കേസുമായി അലഞ്ഞു നടക്കാൻ നിങ്ങൾക്ക്. എന്താ നോക്കി നിൽക്കുന്നത്? പിടിയടാ അവനെ. വേണ്ട, ബ്രോ, മാറി നിൽക്കാൻ. ഞങ്ങൾ കേട്ടട്ടെ, മാറി നിൽക്ക്. വേണ്ടെന്ന് പറയാം. വേണ്ട, അവളെ വിടൂ. അവളെ വിടാൻ വേണ്ട. ദിയ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസം ഉള്ളവരെ നിങ്ങൾ ആരും നന്നാവില്ല. നിങ്ങൾക്കൊന്നും വിവരമില്ലേ? ഈ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ എന്ത് വിചാരിച്ചു? ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് കിടക്കുവന്നല്ലേ? അനുഷ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. നീ എന്ത് മണ്ടനാ? എന്ത് ഡോക്ടറാണ് അതിലേക്ക്? ഞാൻ രഘുവാണ്. ഇവളുടെ വേഗത്ത് കൂടിയിട്ടല്ലേ ആ അനുഷ എന്നെ കൊന്നത്. ഇനി അതിനെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരുത്തനെ ഞാൻ വിടില്ല. ആണിനെ പോലെ പെണ്ണിനെ പോലെ എല്ലാം ചേർന്ന് വന്ന ആത്മാവാണ് ഞാൻ. മനുഷ്യരാണോ അതോ മൃഗമാണോ? ഇനി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രക്ഷിക്കൂ സാർ. സാറേ എന്നെ ക്ഷമിക്കണം സാറേ. നാട്ടുകാരെ എന്നെ തല്ലിയത് കൊണ്ടാ സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. സാർ ഞാൻ പറയുന്ന കേക്ക്. രവിനെ കണ്ടാ മതി സാർ. രവിയോട് സഹായം ചോദിക്കാൻ. അയാളാണ് ഇവിടുത്തെ മന്ത്രവാദി സാർ. ആകാശ്, ഇതിനു മുമ്പ് ദിയയുടെ കാര്യത്തിൽ നമ്മളെ സഹായിച്ചതുപോലെ ഈ കാര്യത്തിലും ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം. എന്ന് വെച്ചാൽ ദിയ മേഡം? അതെ, വീണ്ടും ആത്മാവ് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. ശരി, ഇപ്പൊ ആ രവി എവിടെ ഉണ്ടാവും അറിയോ? അറിയാം സാർ, എനിക്കറിയാം സാർ. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ പോകണം. ഇല്ല സാർ, ഞാൻ വരില്ല സാർ. ആ കാട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു വലിയ പാറയുണ്ടാവും. അവിടെയാണ് അദ്ദേഹം ഉള്ളത്. നിങ്ങൾ പോയിട്ട് വന്നാ മതി. എന്നെ വിട്ടേക്ക് സാർ.